ഓക്കെ ചിൽഡ്രൻ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം സ്റ്റാഫിംഗ് എന്നുള്ള ലെസണിൽ ജോബ് ഡിസ്ക്രിപ്ഷൻ, ജോബ് അനാലിസിസ്, ജോബ് സ്പെസിഫിക്കേഷൻ ഒക്കെ കണ്ടു. നെക്സ്റ്റ് ടോപ്പിക്ക് മാൻ പവർ പ്ലാനിംഗ് ആണ്. ഇറ്റ് ഈസ് ബേസിക്കലി കൺസേൺഡ് വിത്ത് ഹാവിംഗ് ദ റൈറ്റ് ടൈപ്പ് ഓഫ് പീപ്പിൾ അവൈലബിൾ ആസ് ആൻഡ് വെൻ റിക്വയർഡ് and improving the performance of the existing people to make them more effective on their jobs. മാൻ പവർ പ്ലാനിങ്, മാൻ പവർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഹ്യൂമൻ റിസോഴ്സാണ്. എത്ര മാൻ പവർ വേണം ഒരു സ്ഥാപനത്തിന്, അതിനെ പറ്റിയിട്ടുള്ള പ്ലാനിങ്. അപ്പം നമ്മളൊരു സ്ഥാപനം തുടങ്ങുമ്പോഴായാലും ഇടയ്ക്ക് വെച്ചിട്ടായാലും എപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് മാൻ പവർ പ്ലാനിങ് ചെയ്യണം അല്ലേ. പല കാരണങ്ങൾ കൊണ്ടും ആൾക്കാർ ഒരു സ്ഥാപനത്തിൽ നിന്ന് വിട്ടുപോകും. അവരുടെ മെഡിക്കൽ എമർജൻസി, അല്ലെങ്കിൽ അവർക്ക് വേറെ ജോലി കിട്ടി പോവുക, വയ്യാഞ്ഞിട്ട് ലീവ് എടുത്ത് പോവുക. അപ്പോൾ ആ സന്ദർഭങ്ങളിലൊക്കെ നമുക്ക് എന്ത് വേണം, നമുക്ക് സ്ഥാപനം റൺ ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് നമുക്ക് എംപ്ലോയീസിന് ആവശ്യമുണ്ട്. അപ്പോൾ എത്ര എംപ്ലോയീസ് വേണം ഒരു സ്ഥാപനത്തേക്ക്, അതിൻ്റെ വർക്കിന് ഒരു തടസ്സമില്ലാണ്ട് ആക്ടിവിറ്റീസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ജോബ് കറക്റ്റായിട്ട് നടക്കാൻ വേണ്ടിയിട്ട് എംപ്ലോയീസിൻ്റെ പ്ലാനിങ്, എത്ര നമ്പർ ഓഫ് എംപ്ലോയീസ് വേണം, അത് എങ്ങനത്തെ ആൾക്കാർ വേണം, റൈറ്റ് ടൈപ്പ് ഓഫ് പീപ്പിൾ വേണം അല്ലേ. ആ കൃത്യമായിട്ട് ജോലി അറിയുന്ന ആൾക്കാർ വേണം. ആ ജോലി അറിയുന്ന ആൾക്കാരിനെ എടുത്താൽ പോലും അവരെ കൊണ്ട് എന്ത് ചെയ്യണം, അവർക്ക് ട്രെയിനിങ്ങും ഡെവലപ്മെൻറ്റും ഒക്കെ കൊടുത്തിട്ട് പുതിയ പുതിയ കാര്യങ്ങൾ അവരെ പഠിപ്പിക്കണം. അവരെ നല്ല കോമ്പീറ്റൻ്റ് ആക്കിയിട്ട് കോമ്പീറ്റൻ്റ് ആക്കിയിട്ട് അവർക്ക് നല്ല ഗ്രോത്തിനും ഡെവലപ്മെൻറ്റിനുള്ള അവസരം സ്ഥാപനം കൊടുക്കണം. സോ വൺ ഓഫ് ദി മേജർ ഫംഗ്ഷൻ ഓഫ് സ്റ്റാഫിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് ഇസ് ദി പ്രൊക്യൂർമെൻറ്റ് ഓഫ് എംപ്ലോയീസ് ഇൻ സഫീഷ്യൻറ്റ് നമ്പേഴ്സ് ടു മീറ്റ് ദി റിക്വയർമെൻറ്റ്സ് ഓഫ് ദി ഓർഗനൈസേഷൻ ഫ്രം ടൈം ടു ടൈം. അപ്പോൾ സ്റ്റാഫിംഗ് ഡിപ്പാർട്ട്മെൻറ്റ്, HR ഡിപ്പാർട്ട്മെൻറ്റ് ഒരു ഇമ്പോർട്ടൻറ്റ് ഫംഗ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള എംപ്ലോയീസിനെ സഫീഷ്യൻറ്റ് നമ്പറിൽ എത്ര ആൾക്കാരെയാണോ വേണ്ടത് അവരെ തന്നെ കൃത്യമായിട്ട് എടുക്കുക സ്ഥാപനത്തിലേക്ക്. അപ്പോൾ എടുത്തിട്ട് അവർ പോണ സമയത്ത് എന്ത് ചെയ്യണം, ആ സ്ഥലത്തേക്ക് പുതിയ പുതിയ ആൾക്കാരനെ അപ്പോയിൻറ്റ് ചെയ്യും വേണം. സോ ഇറ്റ് ഈസ് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് സ്റ്റാഫിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് ടു സീ വെദർ റൈറ്റ് ടൈപ്പ് ഓഫ് പേഴ്സണൽ ഈസ് അപ്പോയിൻറ്റഡ് അറ്റ് റൈറ്റ് പ്ലേസ്. നമുക്ക് ഒരു കാര്യം വെറുതെ ആ നമ്പർ മീറ്റ് ചെയ്താൽ മാത്രം പോരാ. എൻ്റെ സ്ഥാപനത്തേക്ക് 20 ആൾക്കാരെ വേണം, ഞാൻ 20 ആൾക്കാരെ എടുത്തു എന്ന് പറഞ്ഞാൽ മാത്രം പോരാ. ഓരോ ജോലിക്കും കറക്റ്റായിട്ടുള്ള റൈറ്റ് പേഴ്സണലിനെയാണോ എടുത്തത് എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് നോക്കണം. അതൊരു സോ ഇറ്റ് റിക്വയർസ് പ്ലാനിങ് ഫോർ സിസ്റ്റമാറ്റിക് മാൻ പവർ പ്ലാനിങ്. ഫോർകാസ്റ്റിംഗ് ഓഫ് മാൻ പവർ റിക്വയർമെൻറ്റ് ഷുഡ് ബി ഡൺ. അപ്പോൾ മാൻ പവർ പ്ലാനിങ് ചെയ്യാൻ എന്ത് ചെയ്യണം, മുൻകൂട്ടിയിട്ട് നമ്മളത് ഫോർകാസ്റ്റ് ചെയ്യണം. ഓക്കെ, ഇന്ന ആവശ്യങ്ങൾ വരുന്നുണ്ട്, അപ്പോൾ ഇന്ന ജീവനക്കാരെ ആവശ്യം എടുക്കണം എന്നുള്ളത് മുൻകൂട്ടിയിട്ട് ഫോർകാസ്റ്റ് ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് ഭാവിയിലേക്കുള്ള ആവശ്യങ്ങൾ മീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. A proper manpower planning technique should consider the following to develop manpower requirements for the entire organization. അതായത് എൻറ്റയർ ഓർഗനൈസേഷനിൽ എത്ര മാൻ പവർ ആവശ്യമുണ്ട് എന്നുള്ളത് കണ്ടുപിടിക്കണം. ക്രിയേറ്റ് ആൻഡ് ഇവാലുവേറ്റ് മാൻ പവർ ഇൻവെൻട്രി. നമ്മൾ എന്ത് ചെയ്യണം, ഒരു സ്റ്റോക്ക് രജിസ്റ്റർ പോലെ ഒരു മാൻ പവർ ഇൻവെൻട്രി ക്രിയേറ്റ് ചെയ്യണം, ഉണ്ടാക്കണം. അത് ഇവാലുവേറ്റ് ചെയ്യണം. ടു ഡെവലപ്പ് റിക്വയർഡ് ടാലൻസ് എമംഗ് എംപ്ലോയീസ് ഹു ആർ സെലക്ടഡ് ഫോർ പ്രൊമോഷൻ. പ്രൊമോഷൻ എടുത്തിട്ടുള്ള ആൾക്കാർക്ക് എന്തൊക്കെ ടാലൻസാണ് വേണ്ടത്, എന്തൊക്കെ ട്രെയിനിങ്ങും എന്തൊക്കെ സ്കില്ലാണ് വേണ്ടത്, അതൊക്കെ ഡെവലപ്പ് ചെയ്ത് കൊടുക്കുക ഇത് നമ്മൾ നിലവിൽ എടുത്തിട്ടുള്ള ആൾക്കാരനെ. അപ്പോൾ മാൻ പവർ പ്ലാനിങ്ങിൻ്റെ ഡെഫിനിഷനാണിത്. മാൻ പവർ പ്ലാനിങ് ഇൻവോൾവ്സ് 2 സ്റ്റേജസ്. അക്കോർഡിംഗ് ടു ഗോർഡൻ മെക്ബെത്ത്, മാൻ പവർ പ്ലാനിങ്ങിൽ 2 സ്റ്റേജ് ഉണ്ട്. ഫസ്റ്റ് സ്റ്റേജ് ഈസ് കൺസേൺ വിത്ത് ദി ഡീറ്റെയിൽ പ്ലാനിങ് ഓഫ് മാൻ പവർ റിക്വയർമെൻറ്റ് ഫോർ ഓൾ ടൈപ്സ്. അതിൽ ആദ്യത്തെ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഡീറ്റെയിൽ പ്ലാനിങ് ഓഫ് മാൻ പവർ റിക്വയർമെൻറ്റ്. എത്ര മാൻ പവർ റിക്വയർ ചെയ്യുന്നുണ്ടെന്നുള്ളതിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പ്ലാൻ ചെയ്യണം. ആൻഡ് ലെവൽസ് ഓഫ് എംപ്ലോയീസ് ത്രൂ ഔട്ട് ദ പീരീഡ് ഓഫ് പ്ലാൻ. അപ്പോൾ എത്ര കാലം നമ്മുടെ സ്ഥാപനം നിലനിൽക്കും, അത്രയും കാലത്തേക്ക് നമുക്ക് എത്ര ആൾക്കാരെ ആവശ്യമുണ്ട് എന്നുള്ളത് നമ്മളൊന്ന് പ്ലാൻ ചെയ്ത് വെക്കണം. Then second stage is concerned with right type of people from all sources to meet plan requirement. നമ്മളെ പ്ലാൻ അനുസരിച്ചിട്ട് നമുക്ക് എത്ര റൈറ്റ് ടൈപ്പ് ഓഫ് പീപ്പിൾ ആവശ്യമുണ്ട് അതിനെ പറ്റിയിട്ടുള്ള ഒരു വിവരണമാണ് രണ്ടാമത്തെ സ്റ്റേജിലുള്ളത്. അപ്പോൾ എത്ര 2 കാര്യം ഇമ്പോർട്ടൻ്റാണ്. എത്ര നമ്പർ ഓഫ് പീപ്പിളും വേണം, അവർക്ക് എന്തൊക്കെ സ്കില്ലും വേണം, അവർ റൈറ്റ് ടൈപ്പ് ഓഫ് പീപ്പിൾ അല്ലേ എന്നുള്ളതും നമ്മൾ നോക്കണം. അതായത് അഡ്മിനിസ്ട്രേഷൻ ആണെങ്കിൽ നമുക്ക് മാനേജ്മെൻ്റ് ഒക്കെ പഠിച്ചിട്ടുള്ള ആൾക്കാരെ വേണ്ടത്. അക്കൗണ്ടൻ്റ് ആവണമെങ്കിൽ നമുക്ക് എന്താ വേണ്ടത്, അക്കൗണ്ടിങ് സ്കിൽസ് ഉള്ള ആൾ, അക്കൗണ്ടിങ് കോഴ്സസ് പഠിച്ചിട്ടുള്ള ആളാണ് വേണ്ടത്. ക്ലറിക്കൽ പോസ്റ്റിലേക്ക് നമുക്ക് എനി ഡിഗ്രി
മതിയായിരിക്കും. ഓക്കെ. അപ്പോൾ ക്ലർക്കിൻ്റേതായിട്ടുള്ള കാര്യങ്ങൾ ആണ് വേണ്ടത്. ഇപ്പോൾ ഒരു കമ്പ്യൂട്ടർ പോസ്റ്റിലേക്കാണ്, ഒരു ടെക്നീഷ്യൻ പോസ്റ്റിലേക്കാണെങ്കിൽ ഇപ്പോൾ കമ്പ്യൂട്ടർ വിദഗ്ധനൊക്കെ വെച്ചാൽ അപ്പോൾ ഒരു കമ്പ്യൂട്ടർ ലിറ്ററസി ഉള്ള കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയറിനൊക്കെ പറ്റി അറിയണ ആൾക്കാരുണ്ട്. അപ്പോൾ ഓരോ ജോലിക്കും ഓരോ തരത്തിലുള്ള ഓരോ സ്കില്ലാണ് ആവശ്യം. അപ്പോൾ ഡിഫറൻറ്റ് സ്കില്ലുള്ള ആൾക്കാരെയാണ് നമുക്ക് സ്ഥാപനത്തിന് ആവശ്യം. It is a process of determining and ensuring that the organization will have an adequate number of qualified persons available at the proper time, performing job which meet the needs of the enterprise, which provide satisfaction for the individual involved. അപ്പോൾ നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം, ഏതെങ്കിലും ഒരു ഡെഫിനേഷൻ പഠിച്ചാൽ മതി, നിങ്ങൾക്ക് എളുപ്പമുള്ളത്. നമുക്ക് കറക്റ്റ് നമ്പർ ഓഫ് ആൾക്കാർ വേണം, അവർ റൈറ്റ് ടൈപ്പ് ഓഫ് പീപ്പിൾ ആയിരിക്കണം, എന്ത് സ്കില്ലാണോ അവർക്ക് വേണ്ടത് ആ സ്കില്ല് അവർക്ക് ഉണ്ടായിരിക്കണം, അവരുടെ ഉള്ള സ്കില്ല് ഇമ്പ്രൂവ് ചെയ്യാനും ഉള്ള സൗകര്യം കൂടി നമ്മൾ സ്ഥാപനം ചെയ്തു കൊടുക്കണം. The following are the main features. Manpower planning is related with future manpower needs of the organization. നമുക്കറിയാം ഭാവിയിൽ എത്ര നീഡ്സ് വരും എന്നുള്ളതാണ് നമ്മുടെ മാൻപവർ പ്ലാനിംഗ് എന്ന് വെച്ചാൽ തന്നെ. With the help of manpower planning, proper recruitment selection procedures is to be developed. അപ്പോൾ ഈ മാൻപവർ പ്ലാനിങ് ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അതനുസരിച്ചിട്ട് വേണം നമുക്ക് റിക്രൂട്ട്മെൻറ്റും സെലക്ഷനും ഒക്കെ നടത്താൻ വേണ്ടിയിട്ട്. എംഫസിസ് ഇസ് ഗിവൺ ഫോർ ബെറ്റർ വർക്കിംഗ് കണ്ടീഷൻ. ഇങ്ങനെ വേണ്ട ആൾക്കാരെ ജോലിക്ക് വെച്ചാൽ മാത്രം പോരാ, അവരവിടെ നിൽക്കില്ലേ സ്ഥാപനത്തിൽ അവർ നിൽക്കണമെങ്കിൽ അവർക്ക് നല്ല വർക്കിംഗ് കണ്ടീഷൻ, നല്ല ബെനിഫിറ്റ്സും നല്ല മോണിറ്ററി ഇൻസെൻറ്റീവ്സും കൊടുത്തെങ്കിൽ മാത്രമേ അവരവിടെ നിൽക്കുള്ളൂ. അപ്പോൾ ഇത്തരം കാര്യം HR ഡിപ്പാർട്ട്മെൻറ്റ് നോക്കണം. Then effective manpower planning is done. Manpower planning involves periodical review of cost. It relates to establishing job specification or ക്വാളിറ്റേറ്റീവ് റിക്വയർമെൻറ്റ് ഓഫ് ജോബ്. അപ്പോൾ ഓരോ ജോലിക്കും ജോബ് സ്പെസിഫിക്കേഷൻ എന്താണ് അതൊക്കെ ഉണ്ടാക്കൽ ഇവരുടെ ഉത്തരവാദിത്തമാണ്. ദേ ഹാവ് ടു പീരിയോഡിക്കൽ റിവ്യൂ ഓഫ് കോസ്റ്റ്, എത്ര ചിലവ് വരും, എത്ര കോസ്റ്റ് അഡീഷണൽ ആയിട്ട് വരും എന്നുള്ളതും അവർ നോക്കണം. എക്സാം ഹോൾഡർ. ഓക്കെ, സോ നീഡ് ഫോർ മാൻ പവർ പ്ലാനിങ്. അടുത്തത്, വി ക്യാൻ അസസ് ദ നീഡ് ഓർ ഇമ്പോർട്ടൻസ് ഓഫ് മാൻ പവർ പ്ലാനിങ് ത്രൂ ദി ഫോളോയിങ് ഫാക്ട്സ്. എങ്ങനെയാണ് മാൻ പവർ പ്ലാനിങ്ങിൻ്റെ നീഡ്സ് നമ്മൾ അസസ് ചെയ്യുക, അല്ലെങ്കിൽ എന്താണ് വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് മാൻ പവർ പ്ലാനിങ്, അത് ഉണ്ടാവുന്നതുകൊണ്ട് എന്താണ് നമുക്ക് ഗുണം. എക്സ്പാൻഷൻ ഓഫ് പ്ലാൻ. എപ്പോഴാണ് നമുക്ക് മാൻ പവർ പ്ലാനിങ് വരിക, ഒരു സ്ഥാപനം തുടങ്ങുകയാണെന്ന് വിചാരിക്കൂ. അപ്പോൾ തുടക്കത്തിൽ നമുക്ക് എന്ത് വേണം, മാൻ പവർ പ്ലാനിങ് വേണം, എത്ര ആൾക്കാർ വേണമെന്ന് വേണം. അതേപോലെ തന്നെ ഒരു പ്ലാന്റ് എക്സ്പാൻഡ് ചെയ്യണം, നമ്മുടെ ബിസിനസ് സ്ഥാപനം നമ്മൾ ഇത്തിരി വിപുലീകരിക്കണം, അപ്പോൾ കുറച്ചും കൂടി ആൾക്കാരുടെ എണ്ണം കൂട്ടേണ്ടി വരും. അപ്പോൾ ആ സമയത്ത് മാൻ പവർ പ്ലാനിങ് അത്യാവശ്യമാണ്. റിട്ടയർമെൻറ്റ് വാക്കൻസി. ഇപ്പോൾ ആൾക്കാർ അവരുടെ ടേം കഴിയുമ്പോൾ 56 വയസ്സുമ്പോൾ, ഗവൺമെൻറ് സ്ഥാപനമൊക്കെ ആണെങ്കിൽ 56 വയസ്സുമ്പോൾ അവർ റിട്ടയർ ചെയ്യും. അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു എംപ്ലോയിക്ക് ഡെത്ത് സംഭവിച്ചു, ലേബർ ടേൺ ഓവർ, വേറെ ജോലി കിട്ടി, വേറെ സ്ഥാപനത്തേക്ക് പോകണം, വിദേശത്തേക്ക് പോവുകയാണ്, അങ്ങനെയൊക്കെ വരുമ്പോൾ വേക്കൻസി വരും. ആ സമയത്ത് നമുക്ക് മാൻ പവർ പ്ലാനിങ് ആവശ്യമാണ്. റിഡക്ഷൻ ഓഫ് ലേബർ ടേൺ ഓവർ. ലേബർ ടേൺ ഓവർ എന്ന് പറഞ്ഞാൽ ആൾക്കാർ കൊഴിഞ്ഞു പോവുക, ഈ സ്ഥാപനം വിട്ട് വേറെ സ്ഥലത്തേക്ക് പോകുന്നതാണ്. Labor turnover can be reduced by proper manpower planning. Certain persons will leave the organization. New persons are to be required to take this position. അല്ലേ, ചില ആൾക്കാർ ഈ സ്ഥാപനം വിട്ട് വേറെ സ്ഥാപനത്തേക്ക് പോകും, അപ്പോൾ നമുക്ക് പുതിയ ആൾക്കാരനെ എടുക്കേണ്ടി വരും. അപ്പോൾ if the organization is able to predict turnover rate correctly, advanced efforts can be made to recruit and train persons. So the work need not be suffered. അതായത് നമുക്ക് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുകയാണ്, ഓക്കെ ആ എംപ്ലോയി ഈ സ്ഥാപനം വിട്ട് പോകാനുള്ള സാധ്യത ഉണ്ട്, അവൻ വേറെ സ്ഥലത്തൊക്കെ ഇൻ്റർവ്യൂവിനൊക്കെ പോകുന്നുണ്ടെന്ന് മനസ്സിലാക്കിയ, അപ്പോൾ മുൻകൂട്ടിയിട്ട് ആ രീതിയിൽ പല രീതിയിൽ നമുക്ക് ആൾക്കാർ മാറാൻ സാധ്യത ഉണ്ടെന്ന് മുൻകൂട്ടി മനസ്സിലാക്കി നമുക്ക് അതനുസരിച്ച് നേരത്തെ തന്നെ എന്ത് ചെയ്യാം, നമ്മുടെ റിക്രൂട്ട്മെൻറ്റ് പ്രൊസീജിയർ നടത്താം. അപ്പോൾ ഈ ആൾ പോകണ മുറയ്ക്ക് നമുക്ക് പുതിയ ആളിനെ അപ്പോയിൻറ്റ് ചെയ്ത് നമ്മുടെ ജോലി സഫർ ചെയ്യില്ല. അല്ലെങ്കിൽ ഒരാൾ നമുക്കൊന്നും അറിയില്ല, ഒരാൾ ജോലി വിട്ട് പോണത്, പെട്ടെന്നൊരു ദിവസം അയാൾ വന്ന് സഡൻ നോട്ടീസ് തരിക. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ സ്ഥാപനങ്ങളിലൊക്കെ റെസിഗ്നേഷനൊക്കെ 1 മാസം മുമ്പ് വെക്കണം, 1 മാസം മുമ്പ് പ്രയർ നോട്ടീസ് സ്ഥാപനത്തിന് കൊടുക്കണം. എന്നിട്ട് 1 മാസം കൂടി വർക്ക് ചെയ്തിട്ടാണ് അവർക്ക് റിസൈൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ 1 മാസം സമയം സ്ഥാപനത്തിന് കൊടുക്കുന്നത് എന്താ വെച്ചാൽ പുതിയ ആളിനെ റിക്രൂട്ട് ചെയ്യാനാണ്. അപ്പോൾ ഈ പോളിസീസ് ഒന്നും ഫോളോ ചെയ്യാത്ത സ്ഥാപനമാണ്. ഒരാൾ രാവിലെ വന്ന് പറയണത് റെസിഗ്നേഷൻ കൊടുക്കണം, ഞാൻ നാളെ മുതൽ സ്ഥാപനത്തേക്ക് വരില്ല പറഞ്ഞാൽ പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് നമുക്ക് ഒരാളെ എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇതൊക്കെ മുൻകൂട്ടി അറിയാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് ജോലിനെ ബാധിക്കാത്ത രീതിയിൽ ആൾക്കാരെ റിക്രൂട്ട് ചെയ്യാം. ടു മെയിൻറ്റെയിൻ employee relationship. In effective manpower planning helps to develop a good employer-employee relationship in the organization.
അപ്പോൾ നല്ല മാൻ പവർ പ്ലാനിംഗ് ഒക്കെ ഉള്ള സ്ഥാപനമാണെങ്കിൽ നമ്മൾ ആവുന്നതും ആൾക്കാരുടെ ലേബർ ടേൺ ഓവർ കുറയ്ക്കാനാണ് നോക്കേണ്ടത്. നമ്മുടെ സ്ഥാപനം വിട്ടു പോകേണ്ട ഒരു സാഹചര്യം നമ്മളായിട്ട് ഉണ്ടാക്കരുത്. നല്ല റിലേഷൻഷിപ്പ് എംപ്ലോയർ റിലേഷൻഷിപ്പ് ഉണ്ടാക്കാനും ഈ മാൻ പവർ ഡിപ്പാർട്ട്മെൻറ്റ്, HR ഡിപ്പാർട്ട്മെൻറ്റ് അതിന് ശ്രദ്ധിക്കണം. ടു ഇൻഫ്യൂസ് ഫ്രഷ് ബ്ലഡ് ഇൻ ദി ഓർഗനൈസേഷൻ. അപ്പോൾ നമുക്കറിയാം പുതിയ പുതിയ കാര്യങ്ങൾ, ടെക്നോളജിക്കൽ ചേഞ്ചസ് ഒക്കെ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഈ ടെക്നോളജിക്കൽ ചേഞ്ചിനനുസരിച്ചിട്ട് നമ്മൾ ഇൻഫ്യൂസ് ഫ്രഷ് ബ്ലഡ് എന്ന് പറഞ്ഞാൽ പുതിയ ജീവനക്കാരെ സ്ഥാപനത്തേക്ക് കൊണ്ടുവരേണ്ടിയിരിക്കും അല്ലേ. സ്ഥാപനത്തിൻ്റെ പുതിയ നീഡ്സൊക്കെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നമ്മുടെ കോളേജിൽ ഒരു പുതിയ സെർവർ, പുതിയ സോഫ്റ്റ്വെയർ ഒക്കെ കൊടുന്നു വിചാരിക്കും. അപ്പോൾ അത് ഓപ്പറേറ്റ് ചെയ്യാൻ ഇവിടുത്തെ ആൾക്കാർക്ക് അറിയില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? പുതിയൊരാൾ അപ്പോയിൻറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ കാലത്തിനനുസരിച്ച് നമ്മുടെ സ്ഥാപനം മാറണം, അതനുസരിച്ചിട്ടുള്ള ആൾക്കാരെ നമ്മൾ റിക്രൂട്ട് ചെയ്യും വേണം. ടു ഡിറ്റർമിൻ ഷോർട്ടേജ് ഓർ സർപ്ലസ് പേഴ്സൺസ്, മാൻ പവർ പ്ലാനിങ് ഇസ് റിക്വയർഡ് ടു അസസ് വെദർ ദർ ഇസ് സർപ്ലസ് ഓർ ഷോർട്ടേജ് ഓഫ് പേഴ്സൺ. അപ്പോൾ ഈ മാൻ പവർ പ്ലാനിങ്ങിൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്ഥാപനത്തിൽ ആൾക്കാരുടെ കുറവാണോ കൂടുതലാണോ ഉള്ളതെന്ന് നോക്കണം. ഷോർട്ടേജ് ആണെങ്കിൽ നമ്മുടെ സ്ഥാപനത്തിൻ്റെ വർക്കിങ്ങിനെ അത് ബാധിക്കും. കൂടുതലാണെങ്കിലോ നമ്മുടെ നമുക്ക് അനാവശ്യമായിട്ട് കാശ് പോകും. അപ്പോൾ ആക്യുറേറ്റ് ആയിട്ട് ഓപ്റ്റിമം യൂട്ടിലൈസേഷൻ ഓഫ് HR ആണ് വേണ്ടത്. കറക്റ്റ് നമ്പർ ഓഫ് വർക്ക് ഫോഴ്സ് നമുക്ക് സ്ഥാപനത്തിലേക്ക് വേണ്ട ആവശ്യമുള്ളൂ. എന്താണ് മാൻ പവർ പ്ലാനിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ്സ്? ഇറ്റ് ഈസ് റിഗാർഡഡ് ആസ് ദി ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് ക്വാളിറ്റേറ്റീവ് മെഷർമെൻറ്റ് ഓഫ് വർക്ക് ഫോഴ്സ് റിക്വയർഡ് ടു ബി എംപ്ലോയ്ഡ് ഇൻ ആൻ ഓർഗനൈസേഷൻ. ദി മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് മാൻ പവർ പ്ലാനിങ് ആർ, എന്തിനാണ് മാൻ പവർ പ്ലാനിങ്ങിൽ അതിൻ്റെ ഒബ്ജക്റ്റീവാണ് ആക്യുറേറ്റ് അസസ്മെൻറ്റ് ഓഫ് മാൻ പവർ റിക്വയർമെൻറ്റ്. കറക്റ്റ് എത്ര ആൾ വേണം എന്നുള്ളത് അറിയണമെങ്കിൽ നമുക്കൊരു മാൻ പവർ പ്ലാനിങ് ആവശ്യമാണ്. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ ഓപ്റ്റിമം യൂസ് ഓഫ് HR, ആൾക്കാർ കൂടുതലാവരുത് കുറവാവരുത്, കറക്റ്റ് നമ്പർ ഓഫ് ആൾക്കാർ നമുക്ക് സ്ഥാപനത്തിന് ആവശ്യമുള്ളൂ. അപ്പം അത് മെഷർ ചെയ്യണമെങ്കിൽ മാൻ പവർ പ്ലാനിങ് അത്യാവശ്യമാണ്. ടു എൻഷുർ ദ സപ്ലൈ ഓഫ് പേഴ്സൺ ഫോർ ഫ്യൂച്ചർ യൂസ്, ഭാവിയിൽ നമുക്ക് ആൾക്കാർ വരും, എക്സ്പാൻഷനൊക്കെ ഉണ്ടാവും, ടെക്നോളജിക്കൽ ചേഞ്ചസ് ഒക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് കുറേ ആൾക്കാരെ വേണ്ടി വരും. അപ്പോൾ അത് അസസ് ചെയ്യാനും അതിനനുസരിച്ച് സപ്ലൈ ചെയ്യാനും നമുക്ക് മാൻ പവർ പ്ലാനിങ് അത്യാവശ്യമാണ്. സപ്ലൈ ഓഫ് നെസസറി റിസോഴ്സസ് ടു പ്രൊവൈഡ് കൺട്രോൾ മെഷേഴ്സ് ടു എൻഷുർ ദാറ്റ് നെസസറി റിസോഴ്സസ് ആർ സപ്ലൈഡ് അക്കോർഡിംഗ് ടു റിക്വയർമെൻറ്റ്. കൺട്രോൾ മെഷേഴ്സിനും നമുക്ക് ഇഷ്ടംപോലെ ജീവനക്കാരുണ്ട്. അപ്പോൾ ആ ജീവനക്കാർക്ക് ആവശ്യമുള്ള എന്ത് വേണം? മെറ്റീരിയൽസും റിസോഴ്സസും നമ്മൾ കൊടുക്കണം അല്ലേ. അപ്പോൾ എത്ര 20 ആൾക്കാരുണ്ടെങ്കിൽ 20 ആൾക്കും വേണ്ട റിസോഴ്സും കാര്യങ്ങളും നമ്മൾ സ്ഥാപനത്തിൽ മുൻകൂട്ടി കണ്ടുവെക്കണം. അപ്പോൾ റിസോഴ്സസ് സപ്ലൈ ചെയ്യാൻ നമുക്ക് എന്ത് ആവശ്യമാണ്? മാൻ പവർ പ്ലാനിങ് ആവശ്യമാണ്. ദെൻ പേഴ്സണൽ ഇൻവെൻട്രി, അതായത് ഇൻവെൻട്രി പറഞ്ഞാൽ നമുക്ക് സ്റ്റോക്കാണെന്ന് അറിയാം. ഇവിടെ ഉദ്ദേശിക്കുന്നത് നമ്മുടെ സ്ഥാപനത്തിൽ എത്ര ആൾക്കാർ ജോലി ചെയ്യുന്നുണ്ട്, അവരുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്താണ്, അവർക്ക് എന്തൊക്കെ സ്കില്ലുണ്ട്, അവർ എത്ര പേര് ട്രെയിനിങ് കിട്ടിയിട്ടുള്ള ആൾക്കാരുണ്ട്, അവർക്ക് ഇനി എന്താണ് അവരുടെ പോരായ്ക, ഇതൊക്കെ നമ്മളൊരു എഴുതി പ്രിപ്പയർ ചെയ്ത് ഡീറ്റെയിൽസ് വെക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ഇനി അവരെന്നെ പ്രൊമോട്ട് ചെയ്ത് അവർക്ക് കൂടുതൽ ട്രെയിനിങ് ഒക്കെ കൊടുത്ത് അവർക്ക് ഗ്രോത്തിനുള്ള അവസരമൊക്കെ കൊടുക്കാൻ പറ്റുള്ളൂ. സ്ഥാപനത്തിൻ്റെ വളർച്ചയ്ക്ക് ഇത്തരമൊരു ഇൻവെൻട്രി അത്യാവശ്യമാണ്. ദെൻ അവോയ്ഡിങ് ഡിസ്ട്രപ്ഷൻ ഇൻ പ്രൊഡക്ഷൻ. മാൻ പവർ പ്ലാനിങ്ങിൻ്റെ വേറൊരു ഒബ്ജക്റ്റീവ് എന്താ? നമ്മുടെ വർക്ക് ഒരു കാരണവശാലും തടസ്സപ്പെടരുത്. അത് തടസ്സപ്പെടാണ്ട് പോകണമെങ്കിൽ കൃത്യ നമ്പർ ഓഫ് ആൾക്കാർ വേണം. അപ്പോൾ കൃത്യമായിട്ട് ലേബർ ടേൺ ഓവർ കണ്ടുപിടിക്കാൻ, ആബ്സെൻറ്റീസും കണ്ടുപിടിക്കാൻ, ഇതൊക്കെ പറ്റണമെങ്കിൽ ഒരു മാൻ പവർ പ്ലാനിങ് അത്യാവശ്യമാണ്. അപ്പോൾ ജോലിയിലുള്ള ആ ഡിസ്ട്രപ്ഷൻ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മാൻ പവർ പ്ലാനിങ് അത്യാവശ്യമാണ്. ഒരു ഹെഡിങ് കൂടി നമുക്ക് പഠിക്കാം. അതാണ് നമ്മുടെ റിക്രൂട്ട്മെൻറ്റ് ആൻഡ് സെലക്ഷൻ. ഈ ചാപ്റ്റർ എൻറ്റയർലി ഇറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻ്റ്. ഒരു ഭാഗം മാത്രം ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയാൻ പറ്റില്ല. കാരണം ജോബ് അനാലിസിസ്, ജോബ് ഡിസ്ക്രിപ്ഷൻ, ജോബ് സ്പെസിഫിക്കേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. മാൻ പവർ പ്ലാനിങ്ങും അതിൻ്റെ ഒബ്ജക്റ്റീവ്സും ഫങ്ഷൻസും ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ തന്നെ ഇതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ഉള്ള ഭാഗമാണ് ഇനി വരുന്നത് റിക്രൂട്ട്മെൻറ്റ് ആൻഡ് സെലക്ഷൻ. റിക്രൂട്ട്മെൻ്റ് ഒക്കെ എപ്പോഴും ആയിട്ട് ചോദിക്കാറുള്ളതാണ്. റിക്രൂട്ട്മെൻറ്റ് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് എ പോസിറ്റീവ് പ്രോസസ് ഓഫ് സെർച്ചിങ് ദി റിക്വയർഡ് ക്വാളിഫൈഡ് എംപ്ലോയീസ്. നമുക്ക് സ്ഥാപനത്തിന് ആവശ്യമുള്ള ആൾക്കാരെ കണ്ടെത്തുന്ന പ്രോസസ്സിനെയാണ് റിക്രൂട്ട്മെൻറ്റ് എന്ന് പറയുക. എന്നിട്ട് അവരെ നമ്മുടെ സ്ഥാപനത്തിൽ ജോലിക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ സ്റ്റിമുലേറ്റ് ചെയ്യുക, അവരെ ഇൻഡ്യൂസ് ചെയ്യുക. അതാണ് റിക്രൂട്ട്മെൻറ്റ്. ഇറ്റ് ഈസ് ദി പ്രോസസ് ഓഫ് സെർച്ചിങ് ഫോർ പ്രോസ്പെക്റ്റീവ് എംപ്ലോയീസ് ആൻഡ് സ്റ്റിമുലേറ്റിംഗ് ദം ടു അപ്ലൈ ഫോർ ജോബ്. നല്ല ആൾക്കാരെ കണ്ടെത്തുക, അവരെ ജോലിക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിക്കണേനെയാണ് നമ്മൾ റിക്രൂട്ട്മെൻറ്റ് എന്ന് പറയുക. It is the first step in employment process which aims at developing and maintaining the adequate manpower resources upon whom the organization can depend when it needs additional employees.
അതായത് എംപ്ലോയ്മെൻറ്റ് പ്രോസസ്സിലെ ആദ്യത്തെ സ്റ്റെപ്പാണ് റിക്രൂട്ട്മെൻറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ സെലക്ഷൻ ചെയ്യുക. റിക്രൂട്ട്മെൻറ്റിൽ എന്തൊക്കെയാണുള്ളത്? ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ഡിഫറെൻറ്റ് സോഴ്സസ് ഓഫ് സപ്ലൈ. എവിടെ നിന്നൊക്കെയാണ് നമുക്ക് ജീവനക്കാരെ കിട്ടുക, അത് ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യണം. ദെൻ അസസ്മെൻറ്റ് ഓഫ് ദെയർ വാലിഡിറ്റി. അതിന് എത്രത്തോളം വിശ്വസിക്കാൻ പറ്റും, ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റും, അത് നമ്മൾ കണ്ടെത്തണം. ദെൻ ചൂസസ് ദ മോസ്റ്റ് സ്യൂട്ടബിൾ സോഴ്സ്. ഈ പറഞ്ഞ പല സോഴ്സസും നമുക്ക് എംപ്ലോയീസ് എടുക്കാം. നമുക്ക് ഏറ്റവും നല്ല സ്യൂട്ടബിൾ സോഴ്സ് ഏതാ അത് മനസ്സിലാക്കുക, അത് ചൂസ് ചെയ്യുക. ദെൻ അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുക? ഇൻവൈറ്റ് അപ്ലിക്കേഷൻ ഫ്രം ദി പ്രോസ്പെക്റ്റീവ് കാൻഡിഡേറ്റ് ഫോർ വേക്കൻറ്റ് ജോബ്. എന്നിട്ട് അതിൽ നിന്ന് നമ്മൾ ആപ്ലിക്കേഷൻ ഇൻവൈറ്റ് ചെയ്യുക. അപ്പോൾ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെൻറ്റ് എപ്പോഴും ചോദിക്കുന്ന എസ് എ ക്വസ്റ്റ്യൻ ആണ്. ഇൻറ്റേർണൽ സോഴ്സസ് ഉണ്ട്, എക്സ്റ്റേണൽ സോഴ്സസ് ഉണ്ട്. ഇൻറ്റേർണൽ സോഴ്സസ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നമ്മൾ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന എക്സിസ്റ്റിംഗ് സ്റ്റാഫിൻ്റെ അടുത്തുനിന്ന് തന്നെ നമ്മൾ പുതിയ പോസ്റ്റിലേക്ക് ആളെ കണ്ടെത്തുക. അതെങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും? ട്രാൻസ്ഫറിലൂടെയും പ്രൊമോഷനിൽ കൂടിയും പ്രസൻറ്റ് എംപ്ലോയീസ് അവരെ ഫ്രണ്ട്സോ റിലേറ്റീവ്സോ ഒക്കെ ഉണ്ടെങ്കിൽ അവരിൽ കൂടിയും, അല്ലെങ്കിൽ ഡീമോഷൻ. ഈ 4 രീതിയിലാണ് നമുക്ക് സ്ഥാപനത്തിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ ജീവനക്കാരെ കണ്ടെത്താൻ പറ്റുക. ട്രാൻസ്ഫർ പറഞ്ഞാൽ എന്താ? നമ്മളൊക്കെ കേൾക്കണ വാക്കാണ്. പണിഷ്മെൻറ്റ് ട്രാൻസ്ഫർ ഉണ്ട്, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ വീടിൻ്റെ അടുത്തേക്കൊക്കെ വേണമെങ്കിൽ നമുക്ക് ട്രാൻസ്ഫർ കിട്ടും. പല തരത്തിലുള്ള ട്രാൻസ്ഫർ ഉണ്ട്. ട്രാൻസ്ഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷിഫ്റ്റിംഗ് ആൻ എംപ്ലോയി ഫ്രം വൺ ജോബ് ടു അനദർ വിത്തൗട്ട് സ്പെഷ്യൽ റെഫറൻസ് ടു ചേഞ്ച് ഇൻ റെസ്പോൺസിബിലിറ്റി ഓർ കോമ്പൻസേഷൻ. ട്രാൻസ്ഫർ ആകുമ്പോൾ നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി കൂടുക, നിങ്ങൾക്ക് ജോലിയിൽ കയറ്റം കിട്ടുക ഒന്നുമല്ല. നിങ്ങളുടെ കാശ് കൂടുക, കോമ്പൻസേഷൻ കൂടുക ഒന്നുമില്ല. നിങ്ങളുടെ സ്റ്റാറ്റസോ പൊസിഷനോ ഇമോളിമെൻറ്റ്സോ റെസ്പോൺസിബിലിറ്റി അതോറിറ്റി ഇതൊന്നും മാറ്റം വരാണ്ട് നിങ്ങളെ ഒരു സ്ഥലത്തു നിന്ന് വേറെ സ്ഥലത്തേക്ക് മാറ്റണേനെയാണ് നമ്മൾ ട്രാൻസ്ഫർ എന്ന് പറയുക. അപ്പോൾ ട്രാൻസ്ഫർ പലതരത്തിലുണ്ട്. അതിലൊന്നാണ് പ്രൊഡക്ഷൻ ട്രാൻസ്ഫർ. ഇറ്റ് ഈസ് എ ഡിപ്പാർട്ട്മെൻറ്റ് ടു ഡിപ്പാർട്ട്മെൻറ്റ് ട്രാൻസ്ഫർ. ഓക്കെ, ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് വേറൊരു ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത് പ്രൊഡക്ഷൻ ട്രാൻസ്ഫർ. എക്സസ് എംപ്ലോയി ഇൻ വൺ പ്രൊഡക്ഷൻ സെൻറ്റർ ഓർ ഡിപ്പാർട്ട്മെൻറ്റ് ആർ ട്രാൻസ്ഫർ ടു അനദർ. സച്ച് ട്രാൻസ്ഫേഴ്സ് ആർ ഡൺ ടു അവോയ്ഡ് ലേ ഓഫ്. അപ്പോൾ അങ്ങനെ ചെയ്യുന്നതിന് ഒരാളെ പിരിച്ചു വിടുന്നതിന് പകരം എക്സസ് ആയിട്ടുള്ള സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് നമ്മൾ ആൾക്കാരെ മാറ്റുന്നതിനാണ് പ്രൊഡക്ഷൻ ട്രാൻസ്ഫർ എന്ന് പറയുക. റീപ്ലേസ്മെൻറ്റ് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ എൻ എംപ്ലോയി വിത്ത് ലോങ് ഇയേഴ്സ് ഓഫ് സർവീസ് ഇസ് ട്രാൻസ്ഫർ ടു അനദർ ഡിപ്പാർട്ട്മെൻറ്റ് ടു റീപ്ലേസ് എൻ എംപ്ലോയി ഹൂ ഹാസ് എ ഷോർട്ടർ സർവീസ്. കുറേ സർവീസുള്ള ഒരാളെന്നെ കുറച്ച് സർവീസുള്ള വേറൊരാളുണ്ടായിരിക്കും. ആ പൊസിഷനിലേക്ക് ആൾക്കാരെ മാറ്റുന്നതിനെയാണ് റീപ്ലേസ്മെൻറ്റ് ട്രാൻസ്ഫർ എന്ന് പറയുക. ഓക്കെ, റൊട്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവനക്കാർക്ക് എല്ലാ ജോലിയും പരിചയം വേണം. അപ്പോൾ ഒരു ജോലിയിൽ നിന്ന് വേറൊരു ജോലിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. അപ്പോൾ എന്താ ഉണ്ടാവുക? അയാൾക്ക് ഈ ജോലിയും അറിയാൻ പറ്റും, പുതിയ ജോലിയും പഠിക്കാൻ പറ്റും. അപ്പോൾ ഒരാൾക്ക് ഒരു സ്ഥാപനത്തിലെ എല്ലാ തരം ജോലികളും പഠിക്കാൻ വേണ്ടിയിട്ട് ആ ഉദ്ദേശത്തോടു കൂടി ചെയ്യുന്നതാണ് റൊട്ടേഷൻ ട്രാൻസ്ഫർ. ഇറ്റ് ഈസ് മെയ്ഡ് ഫ്രം വൺ ജോബ് ടു അനദർ ടു മേക്ക് ദം വെർസറ്റൈൽ. അവരെ ഫ്ലെക്സിബിൾ ആക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് റൊട്ടേഷൻ ട്രാൻസ്ഫർ. ഷിഫ്റ്റ് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ നൈറ്റ് ഷിഫ്റ്റ് നിന്ന് മോർണിംഗ് ഷിഫ്റ്റിലേക്ക് മാറ്റുന്നതാണ് ഷിഫ്റ്റ് ട്രാൻസ്ഫർ. റെമഡിയൽ ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് ഏതെങ്കിലും ഒരു പൊസിഷനിലേക്ക് വളരെ ഡിസ്കംഫർട്ട്, ആൾക്കൊരു സുഖമില്ല. അപ്പോൾ അതിന് ഒരു റെമഡി എന്ന നിലയ്ക്ക് അയാൾക്ക് ട്രാൻസ്ഫർ കൊടുക്കുന്നതാണ് റെമഡിയൽ ട്രാൻസ്ഫർ. ഇനി അടുത്തത് പ്രൊമോഷനാണ് നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം. അതായത് നമ്മുടെ സ്റ്റാറ്റസ്, റെസ്പോൺസിബിലിറ്റി, നമ്മുടെ ഇൻകം, കാശ് ഒക്കെ കൂടുന്നതാണ് പ്രൊമോഷൻ എന്തൊക്കെയുള്ളത്? പ്രൊമോഷൻ്റെ ഡെഫിനിഷൻ ഇറ്റ് ഇൻവോൾവ്സ് എ ചേഞ്ച് ഫ്രം വൺ ജോബ് ടു അനദർ ദാറ്റ് ഇസ് ബെറ്റർ ഇൻ ടേംസ് ഓഫ് സ്റ്റാറ്റസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി. സ്റ്റാറ്റസും റെസ്പോൺസിബിലിറ്റി ഒക്കെ ഇമ്പ്രൂവ് ചെയ്യണം, അതിനെയാണ് നമ്മൾ പ്രൊമോഷൻ എന്ന് പറയുക. ഇറ്റ് ഇൻവോൾവ്സ് ഷിഫ്റ്റിംഗ് എൻ എംപ്ലോയി ടു എ ഹയർ പൊസിഷൻ. അല്ലേ, ഹയർ പൊസിഷനിലേക്ക് പോവുക. നമുക്ക് സാലറി കൂടുതൽ കിട്ടും, സ്റ്റാറ്റസും പ്രസ്റ്റീജും കൂടും, നമ്മുടെ അതോറിറ്റിയും റെസ്പോൺസിബിലിറ്റി കൂടും. അപ്പോൾ ആൾക്കാർക്ക് ഏതാ ഇഷ്ടം ഉണ്ടാവുക? ട്രാൻസ്ഫറിനേക്കാളും ഇഷ്ടം പ്രൊമോഷനാവുക. പക്ഷേ ചില സിറ്റുവേഷനൊക്കെ നമുക്കറിയാം, ഹസ്ബൻഡ് തിരുവനന്തപുരത്ത് വർക്ക് ചെയ്യുന്നു, വൈഫ് എറണാകുളത്തൊക്കെ വർക്ക് ചെയ്യുമ്പോൾ അത്ര സിറ്റുവേഷനിൽ ഏതെങ്കിലും ഒരാൾ ട്രാൻസ്ഫർ ഒക്കെ മേടിച്ചിട്ട് അവരെ സ്വദേശത്തേക്ക് മാറുന്നതൊക്കെ കാണാം. അത് നമ്മുടെ നീഡ് അനുസരിച്ചിരിക്കും. ഓക്കെ, ദെൻ എംപ്ലോയീസ് ആർ പോസ്റ്റഡ് ഇൻ ഹയർ
ഒരു സെക്കൻഡ് ഒരു സെക്കൻഡ് ഒരു സെക്കൻഡ്.